മൂത്ത മോനല്ലേ? പിന്നെ ഈ കേസിൽ നീ എന്നോടൊപ്പം നിന്നേ പറ്റൂ. കാരണം അവനെ കൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കർമ്മം ചെയ്യിപ്പിക്കരുത്. സംഭവം ശരി തന്നെ ഏട്ടാ. അത് എൻ്റെ സ്വന്തം അച്ഛയല്ലേ മരിച്ചു കിടക്കണം. അപ്പം നാട്ടുകാർ നമ്മളെ കുറ്റം പറയും. കാരണം അളിയന്മാർ എതിരിയിരിക്കുന്നത് കർമ്മം ചെയ്യാൻ സമ്മതിക്കുള്ളൂ പറഞ്ഞു. എടാ, അച്ഛൻ ജീവിച്ചിരുന്നപ്പം എപ്പോഴെങ്കിലും അവന്മാർ തിരിഞ്ഞു നോക്കിയാ അത് ശരി തന്നെ. ഇത് വലിയ കഷ്ടം തന്നെ. നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ചു കിടക്കുന്നത്? കർമ്മങ്ങൾ നടത്തണ്ടേ? നീ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? എന്താ കേട്ടോ, നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? അച്ഛൻ ജീവിച്ചിരുന്ന നിന്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയാണ് നീ. നിങ്ങളെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കൂല. ബോഡി ഇപ്പം കുളിപ്പിച്ചോണ്ട് വരും. നമ്മൾ കർമ്മങ്ങൾ നടത്തണ്ടേ? അത് നമ്മളെ കർമ്മം ചെയ്യുവോ? നമ്മൾ കർമ്മം ചെയ്യുവോ? അച്ഛൻ്റെ കാര്യങ്ങളൊന്നും നടക്കട്ടെ, വെള്ളം വെക്കണ്ട. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാ ഇത്രയും ബുദ്ധിമുട്ടിനും കഷ്ടപ്പാടിനൊക്കെ ഒരു സഹായം എന്നുള്ള രീതിയിൽ അച്ഛനൊരു 10-20 പവൻ തരാമെന്ന് പറഞ്ഞത്? അതും ഇപ്പം ഞാനൊരു അവസ്ഥയിലാ. എങ്ങനെ സമാധാനിക്കാനാ? നിങ്ങൾ പറ. ഈ ഒരു അവസ്ഥയിലും ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? നമ്മുടെ അച്ഛനാ മരിച്ചെടുക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ചടങ്ങ് ചെയ്യേണ്ടെന്ന് എൻ്റെ അമ്മയും കൂടെ ചേർന്ന് എടുത്ത തീരുമാനമാണെങ്കിൽ അതെനിക്ക് എൻ്റെ അമ്മയുടെ വായിൽ നിന്ന് കേൾക്കണം. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഒച്ചയും ബഹളവും ഒക്കെ? സ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അച്ഛൻ അതെല്ലാം നേരത്തെ തീരുമാനിച്ചതുപോലെ എഴുതി കഴിഞ്ഞു. ഇനി കർമ്മങ്ങൾ നാട്ടു നടപ്പനുസരിച്ച് നടക്കട്ടെ.